വസ്തുതകൾ അറിയില്ലെങ്കിൽ അത് പഠിച്ചു പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സൈക്യാട്രിക് സോഷ്യൽ വർക്ക് MSW ചെയ്ത് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ചെയ്ത് കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി സൈക്യാട്രിക് മെഡിസിൻ എഴുതി കൊടുത്തു ഒരു പേഷ്യന്റിന്. അതായത് MBBS ചെയ്ത ഒരു സൈക്യാട്രിസ്റ്റ് മാത്രം എഴുതി കൊടുക്കേണ്ട ഡിപ്രഷന്റെ ആൻസൈറ്റിയുടെ മരുന്നാണ് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി ഡോക്ടർ എന്നുള്ള വ്യാജേന എഴുതി കൊടുത്തത്. അത് വലിയ ചർച്ചയായി. ഈ വ്യക്തി മെൻഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ഉണ്ട്, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ്. ഈ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എഴുതി കൊടുത്തു എന്ന് പറയുന്നത് ശരിക്കും സൈക്യാട്രിക് സോഷ്യൽ വർക്കർ അല്ല. അവരെ തന്നെ കാണുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സൈക്യാട്രിക് സോഷ്യൽ വർക്കർ മരുന്ന് എഴുതി കൊടുക്കാറില്ല. ഇപ്പോൾ സോഷ്യൽ വർക്കർ ആരാണ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആരാണ് എന്നറിയാതെ, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ പറ്റിയിട്ട് ഒരു ബേസിക് ധാരണ പോലും ഇല്ലാതെ ഇത്തരം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് ശരിക്കും മറ്റൊരു പ്രൊഫഷനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 പ്രകാരം MPhil ചെയ്ത ഒരു സോഷ്യൽ വർക്കർ, അതാണ് സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ MPhil ചെയ്ത ഒരു സോഷ്യൽ വർക്കറെയാണ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത്. അയാൾ കൃത്യമായിട്ട് സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ 2 വർഷത്തെ ട്രെയിനിങ് എടുത്തതിന് ശേഷമാണ് അയാൾ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആവുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വെൽഫെയർ ബെനിഫിറ്റ് വേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അയാളെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അയാളുടെ കണ്ടീഷൻ കാരണം, അവിടെ അതിനൊരു അഡ്വക്കസി അല്ലെങ്കിൽ ഒരു പോളിസി ഡെവലപ്മെന്റ് വേണമെങ്കിൽ അവിടെ ഒരു പ്രൊഫഷണൽ വേണം. ആ ഒരു പ്രൊഫഷൻ ഇല്ല എങ്കിൽ ആരാ ജോലി ചെയ്യും എന്നുള്ളത് പ്രസക്തമാണ്.